പുഴകളും വയലേലകളും കൊണ്ട് നിറഞ്ഞ മനോഹരമായ കേരളം ദക്ഷിണേന്ത്യയിലെ അതിപ്രാചീനമായ ഒരു സംസ്കൃതിയുടെ കേദാരമാണ്. ആര്യദ്രാവിഡ സംസ്കാരത്തിൻ്റെ ശക്തമായ സമന്വയമാണ് മലയാളക്കരയെ ഇതര ദ്രാവിഡ ദേശ സംസ്കാരങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നത്. കേരളത്തിൻ്റെ മൂല്യവത്തായ ഈ സംസ്കൃതിയെ രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ നദീതടങ്ങൾ വഹിച്ച പങ്കിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ചരിത്രരചനയും നമുക്ക് സാധ്യമല്ല. ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ തുടങ്ങിയ നദീതടങ്ങൾ വളർത്തിയ സാംസ്കാരിക നായകന്മാർ, കവികൾ, കാവ്യഭൂമികൾ, ഇവയുടെ കഥകൾ എത്ര പാടിയാലും മലയാളത്തിന് മതിയാവില്ല. താളം തിമിലമത്തളമിടയ്ക്കയും ചേർന്നു പാട്, കൊമ്പു കുറുങ്കുഴൽ ശംഖുമൻപിനോടോങ്കാര ശ്രുതി പാട്, നിളയിൽ പൊന്നലകൾ പാട്, മുടിയുടഞ്ഞു കാറ്റിലാടും മുളം കാടുകൾ പാട്, തുമ്പിക്കിടാങ്ങൾ പാട്, മണികിലുങ്ങും വില്ലു കൊട്ടി തുലാവർഷമുകിലു പാട്, മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട്. ഭാരതപ്പുഴയെക്കുറിച്ചും കേരളത്തിലെ മറ്റ് നദീ സംസ്കാരങ്ങളെക്കുറിച്ചും എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ നിളാനദിയുടെ പ്രത്യേകതകളെയും അതിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള നല്ല ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും ആ ആർട്ടിക്കിൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. വായിക്കാത്തവരുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം. ആരാ വായിക്കുന്നത്? മുനീർ വായിച്ചേ. നിളയെ അറിയുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നിള വെറുമൊരു നദി മാത്രമല്ല, അനശ്വരമായ ഒരു കാലഘട്ടത്തിൻ്റെ മഹാസംസ്കാരത്തെയും സ്മരണകളെയും ഉള്ളിൽ വഹിക്കുന്ന ഒരു പ്രവാഹമാണ്. തുഞ്ചനെയും കുഞ്ചനെയും തൊട്ടുണർത്തിയ ഈ നദി മലയാളത്തിൻ്റെ മാതാവ് കൂടിയാവുന്നു. ഭാരതപ്പുഴ, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകൾ അറിയപ്പെടുമ്പോൾ തന്നെ വിശ്വാസപദീയങ്ങളിൽ ദക്ഷിണഗംഗയായാണ് നീളാനദി അറിയപ്പെടുന്നത്. കേരളത്തിലെ നദികളിൽ പെരിയാർ കഴിഞ്ഞാൽ നീളം കൊണ്ട് രണ്ടാം സ്ഥാനത്താണ് ഈ നദി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി പടിഞ്ഞാറ് പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ ചേർന്ന നദിയുടെ ആകെ നീളം 209 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ നീളാനദി ഒഴുകുന്നത്. 23 ലക്ഷമിപ്പോൾ ചിലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാനേറെ നിൽപ്പാണടിയിലെ ശ്ലോഷിച്ച പേരാർ നോക്കി. കേരള സംസ്കാരത്തിൻ്റെ പ്രധാന ഈടുവയ്പ്പുകളിലൊന്നായ നിളാനദിയുടെ അഥവാ ഭാരതപ്പുഴയുടെ തീരത്തുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു പഠനയാത്ര ഇന്ന് ഞങ്ങൾ കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ നടത്തുകയാണ്. മലയാളം, ഇംഗ്ലീഷ്, ചരിത്രം വിഷയങ്ങളുടെ പഠനഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ യാത്ര ഇപ്പോൾ സ്കൂളിൽ നിന്ന് പുറപ്പെടുകയാണ്. സ്കൂൾ PTA, അധ്യാപകർ, രക്ഷകർത്താക്കൾ ഇവരെല്ലാം നമ്മുടെ യാത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് സജീവമാണ്. തിരുവില്വാശൈലപാദം തഴുകി വെള്ളരി പൂക്കും ചെറുതടങ്ങൾക്കൊരു കുടന്ന കുളിർനീരേകി ചരിത്രത്തിൻ ചിതാണുക്കൾ
മഹാകവി വള്ളത്തോളിന്റെ അക്ഷീണമായ പ്രയത്നം കൊണ്ട് ഭാരത സംസ്കാരത്തിന്, പ്രത്യേകിച്ച് കേരള സംസ്കാരത്തിന് ലഭിച്ച പ്രധാന സമ്പത്താണ് കേരള കലാമണ്ഡലം. പാലക്കാട് ജില്ലയെയും തൃശൂർ ജില്ലയെയും വേർതിരിച്ചൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ് ഈ കലയുടെ ദേവാലയം. 1930 നവംബർ 9 മണക്കുളം മുകുന്ദരാജാവിന്റെ സഹായത്തോടെ മുളങ്കുന്നത്ത് കാവിൽ കേരള കലാമണ്ഡലം എന്ന സ്ഥാപനം കഥകളിക്ക് വേണ്ടി വള്ളത്തോൾ സ്ഥാപിച്ചു. ക്രമേണ ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. പുതിയ മണ്ഡലത്തിൽ മഹാകവിക്ക് സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് ഈ പ്രതിസന്ധിയെ അദ്ദേഹം അതിജീവിച്ചത്. എങ്കിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാസ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് ഒരു വിധത്തിലും പറ്റാതെയായി. അങ്ങനെ അത് അന്നത്തെ കൊച്ചി രാജാവിനെ ഏൽപ്പിച്ചു. കേരളപ്പിറവിയോടെ കേരള സർക്കാർ ഈ കലാകേദാരത്തെ ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായത്. ഇവിടെ തന്നെയാണ് വള്ളത്തോളിന്റെ സമാധി സ്ഥലം. കലാമണ്ഡലത്തിലെ കഥകളി അധ്യാപകൻ രവിയാശാൻ കഥകളിയുടെ ഉൽപ്പത്തിയിലേക്കും ചരിത്രത്തിലേക്കുമുള്ള വഴികൾ നമുക്കായി തുറന്നു തന്നു. വള്ളത്തോൾ ഇല്ലായിരുന്നുവെങ്കിൽ കഥകളിയും കലാമണ്ഡലവും ഒന്നും ഉണ്ടാകുമായിരുന്നു. ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല കലകളിലും കഥകളിയും പെട്ടാൽ. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം നല്ലൊരു കലാ ആസ്വാദകനായിരുന്നു, വിമർശകനായിരുന്നു. അതുകൊണ്ടാണ് ഈ കവിത എഴുത്തിൽ നിന്നും അതിനകത്തുനിന്ന് കുടുംബജീവിതത്തിൽ നിന്നൊക്കെ അല്പസ്വല്പം സമയം കിട്ടുമ്പോൾ അദ്ദേഹം കഥകളി കാണാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹം കാണാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായത്. ഈ കഥകളി വേഷക്കാർ മുദ്ര കാണിക്കുന്നത് ഈ പദങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലാകാതെ പല തെറ്റുകളും വരുത്തിയിരുന്നു. അപ്പം അദ്ദേഹത്തിന് എനിക്ക് ബോധ്യമാവുകയും അദ്ദേഹം പല ആൾക്കാരായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പം അതിൽ നിന്ന് അങ്ങനത്തെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇതിനെ ഇങ്ങനെ നശിക്കാൻ പാടില്ല, ഇതിനെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന പല പ്രഗത്ഭന്മാരായ പല ആചാര്യന്മാരെയും അദ്ദേഹം പോയി കാണുകയും അതിനു വേണ്ടിയിട്ടാണ് 1930 നവംബർ 9 തീയതി 1930 നവംബർ 9 തീയതിയാണ് മണക്കുളം മുകുന്ദരാജാവിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി മുളങ്കുന്നത്ത് കാവിൽ കേരള കലാമണ്ഡലം എന്നൊരു സ്ഥാപനം കഥകളിക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചു. വള്ളത്തോളിന്റെ കാവ്യഹൃദയത്തോടൊപ്പം കലാഹൃദയവും വികസിച്ചതുകൊണ്ടാണ് നമുക്ക് തെക്കുനാട്ടിലെ കുട്ടികൾക്ക് ഇത്തരമൊരു അനുഭൂതിയിലേക്ക് എത്താനായത്, ഈ പടവുകളിൽ ഇരിക്കാനിടയായത്. ഇനിയുമുണ്ട് കലയുടെ ഈ കൂത്തരങ്ങിന് പറയാൻ വിശേഷങ്ങൾ. അല്പം അകലെ പുതിയ കലാമണ്ഡലത്തിൽ പഴയ കലാമണ്ഡലത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോഴത്തെ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 1972 ഇവിടേക്ക് കലാമണ്ഡലം മാറ്റിസ്ഥാപിച്ചത്. ഏകദേശം 36 ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കലാഭൂമി ഇന്നൊരു കൽപ്പിത സർവകലാശാലയാണ്. കഥകളി അഭിനയത്തിന് പുറമെ വാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, തിമില തുടങ്ങിയവയും കഥകളി ചുട്ടി, സംഗീതം എന്നിവയും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. കഥകളി കൂടാതെ മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ തുടങ്ങിയ കേരളീയ ദൃശ്യകലകളുടെ വിളഭൂമിയും കേരള കലാമണ്ഡലമാണ്. വിപുലമായ ഈ കലാഭൂമിയിലെ ഏറ്റവും ആകർഷകമായ മന്ദിരം ഇവിടുത്തെ ഈ കൂത്തമ്പലമാണ്. കേരളീയ വാസ്തുകലയുടെ പരിപൂർണ ഭംഗി ഇവിടെ വിളിച്ചോതുന്നു. കലാമണ്ഡലത്തിലെ
എല്ലാ കലാ സാംസ്കാരിക പരിപാടികളുടെ അരങ്ങേറ്റവും ഈ കൂത്തമ്പലത്തിൽ വെച്ചാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ചിലങ്കകളുടെ നാദം ആവാഹിച്ച ഈ തൂണുകൾക്ക് പറയാനുള്ള കഥകൾ പറഞ്ഞാൽ തീരില്ല. കേട്ട നാദങ്ങൾക്ക് അവസാനമില്ല. ഇന്നും കഥകളിയുടെ നാടായി കേരളത്തെ ലോക സാംസ്കാരിക ഭൂപടത്തിലേക്ക് ഉയർത്തിയത് ഇവിടത്തെ കളരികളിലെ പതുക്കൻ തറകളായിരുന്നു. അവ ഇപ്പോഴും അനേകം പാദങ്ങളുടെ പതനത്തിനായി ഒരുങ്ങുന്നു. പാലക്കാട് ജില്ലയിലെ ലക്കിടി എന്ന ഗ്രാമം. ലക്കിടി പാലത്തിൽ നിന്ന് കാണുന്ന നിള വളരെ സുന്ദരിയാണ്. ലക്കിടിക്കടുത്തുള്ള കിള്ളിക്കൃഷിമംഗലം ഓരോ മലയാളിയുടെയും ചുണ്ടിലൂറി വരുന്ന നനുത്ത ചിരിയാണ്. ഈ കൊച്ചു ഗ്രാമത്തിലാണ് നൂറുകണക്കിന് തുള്ളൽ കഥകളിലൂടെ മലയാള മനസ്സിനെ പൊട്ടിച്ചിരിപ്പിച്ച കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം. ഉച്ചച്ചൂടിന്റെ തീഷ്ണത വകവയ്ക്കാതെ നമ്മൾ പാടം മുറിച്ച് നടന്നു കയറുന്നത് മഹാകവിയുടെ ജന്മഗൃഹത്തിലേക്കാണ്. മാറ്റങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഈ ഭവനം ഇപ്പോഴും പഴമയെ നിലനിർത്തുന്നു. 21 വയസ്സുവരെ മഹാകവി താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. തുടർന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ദാസനായി തെക്കൻ കേരളത്തിലേക്ക് പോയി എന്നാണ് ചരിത്രം. മണ്ണുകൊണ്ടും ഉറപ്പേറിയ തടികൾ കൊണ്ടും നിർമ്മിതമാണ് കലക്കത്ത് ഭവനം. ഭിത്തികൾ ഉമിയും മണ്ണും കൊണ്ടാണ് തേച്ചിരിക്കുന്നത്. അകത്തളത്തിലൂടെ നീങ്ങി നടുമുറ്റത്തെത്തുമ്പോൾ വരവേൽക്കുന്നത് രാമായണ ഗ്രന്ഥവും അതിനു മുമ്പിൽ കൊളുത്തിവച്ച കെടാവിളക്കും നമ്പ്യാരുടെ കരസ്പർശമേറ്റ ആ പഴയ മിഴാവുമുണ്ട്. കുറ്റിയേറ്റ നമ്പ്യാർ കുടുംബത്തിന്റെ തിരിശേഷിപ്പുകളായി ഇന്ന് ഒരു കുടുംബം മാത്രമേ ഉള്ളൂവത്രേ.
കിള്ളിക്കുറിശിമംഗലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മലയാള ഭാഷയുടെ വിശേഷത്വം വിളിച്ചോതുന്ന ആ വരികൾ കാതിൽ അലയടിക്കുകയാണ്. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിക ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ ചിദംബരു കടുകടെ പടുകഠിന സംസ്കൃത പടുവികട കവി കേറിയാൽ ഭടജനങ്ങൾ ധരിക്കയില്ല തിരിക്കുമെന്നതും ഓർക്കണം. 23 ലക്ഷമിപ്പോൾ ചിലവാക്കി. കുറ്റിപ്പുറം പാലം. ഇടശ്ശേരിയുടെ കവിതയിൽ നാം കണ്ട കുറ്റിപ്പുറം പാലത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലക്കിടിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്ര ചെയ്യണം ഇവിടെ എത്താൻ. മലബാറിന്റെ വികസനത്തിനും ഗതാഗതത്തിനും ദൂരവ്യാപകമായ സാധ്യതകൾ നൽകിക്കൊണ്ട് 1953 അന്നത്തെ മദ്രാസ് സംസ്ഥാന ഗവൺമെന്റ് 23 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ചതാണ് ഈ പാലം. കമാനാകൃതിയിലുള്ള 17 തൂണുകളാണ് ഈ പാലത്തിനുള്ളത്. പൊന്മയും കുരുവിയും കൊക്കുമന്നു അപൂർവമായി മാത്രമേ ഈ ജലസമൃദ്ധി നിലയിൽ ഉണ്ടാകാറുള്ളൂ. ഇവിടെ നമുക്ക് സ്വാഗതമേകി നിളാവ് എന്ന പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകൻ ശ്രീ ഉമ്മർ എത്തിയിട്ടുണ്ട്. തുടർന്നുള്ള നമ്മുടെ യാത്രയ്ക്ക് വഴികാട്ടിയാകുന്നത് ഇദ്ദേഹമാണ്. പുഴയുടെ തീരത്തുള്ള പ്രസിദ്ധമായ മല്ലൂർ ശിവക്ഷേത്രം. ക്ഷേത്രത്തിന് മുമ്പിലുള്ള കയം ഏറെ അപകടകാരിയാണ്. പാലം വരുന്നതിന് മുമ്പ് തോണി വഴി പുഴ കടക്കുന്നവർ ആപത്ത് വരാതിരിക്കുവാൻ മല്ലൂരെ തേവർക്ക് വഴിപാട് നേരുമായിരുന്നു. അങ്ങനെ പുഴ കടക്കുന്നവരെ അദൃശ്യനായി കാത്തിരുന്ന കാവൽക്കാരനായിരുന്നു മല്ലൂർ തേവർ. പാലം വന്നതോടെ തോണിയാത്രയും കയത്തെക്കുറിച്ചുള്ള ഭയവും യാത്രക്കാർക്ക് ഇല്ലാതെയായി. മല്ലൂരെ തേവർ ഇപ്പോൾ തെരുവോരത്തെ ഒരു ദേവൻ മാത്രം. കുറ്റിപ്പുറം എന്ന മാധുര്യമാർന്ന ഗ്രാമത്തിന്റെ ഐശ്വര്യ ദേവതയായിരുന്നു നിള. പുതിയ സംസ്കാരത്തിന്റെ വേലിയേറ്റത്തിൽ അതിന്റെ നന്മയും ഐശ്വര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊടക്കല്ല് 5000-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ നിളാ തീരദേശങ്ങൾ ഇപ്പോഴും കാണാം. കുറ്റിപ്പുറത്തു നിന്നും കഷ്ടിച്ച് 4 കിലോമീറ്റർ ദൂരത്തുള്ള അന്തിയാളൻകുടം എന്ന ഗ്രാമത്തിൽ കാണുന്ന ഈ കൊടക്കല്ല് അതിൻ്റെ സാക്ഷ്യപത്രമാണ്. ശിലായുഗ മനുഷ്യന്റെ ശവസംസ്കാരത്തിന്റെ സ്മാരകമാണ് കൊടക്കല്ല്. 3 കൂറ്റൻ ചെങ്കൽ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശിലകൾ 1 മണ്ണിനടിയിലാണത്രേ, 2 മണ്ണിനു മുകളിലും. മുകളിലുള്ള ശില ഒരു കുട പോലെ കാണുന്നത് കൊണ്ടാണത്രേ ഇതിന് കൊടക്കല്ല് എന്ന പേര് വന്നത്. മണ്ണിനടിയിലുള്ള ശിലയ്ക്കു മുകളിൽ നന്നങ്ങാടിയിൽ പരേതന്റെ ശരീരവും അയാൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റും വെച്ച് ശവമടക്കിയിരുന്നു. അതിനു മുകളിൽ 2 ശിലാഖണ്ഡങ്ങൾ ഉറപ്പിച്ചിരുന്നു. മഹാശിലാകാലത്തെ അവശിഷ്ടങ്ങളായ തൊപ്പിക്കല്ല്, നന്നങ്ങാടികൾ, മുനിയറ, വീരക്കല്ല് തുടങ്ങിയവ നിളാ തീരദേശങ്ങൾ വളരെയധികമുണ്ട്. തിരുനാവായ. ഇത് കേരളത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന പുണ്യഭൂമി. ദക്ഷിണ ഗംഗയെന്നു പേരുകേട്ട ഭാരതപ്പുഴയുടെ വരദാനം. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെഞ്ചായമണിഞ്ഞ നിളയുടെ ഓളങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇവിടെയാണ് പണ്ട് മാമാങ്കമെന്ന മഹോത്സവം കൊണ്ടാടിയിരുന്നത്.
മാഘമാസത്തിലെ മകം നാളിൽ കൊണ്ടാടിയിരുന്ന ഉത്സവം മാഘമകം പിന്നീട് മാമാങ്കം എന്ന പേരിലായി. 1671-72 വർഷങ്ങളിലും 1694-95 വർഷങ്ങളിലും നടന്ന മാമാങ്കങ്ങളുടെ ചരിത്രം സാമൂതിരി കോവിലകത്തെ രേഖകളിൽ കാണുന്നു. ഈ ജനകീയ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ നാവാമണപ്പുറത്തേക്ക് ഒഴുകിയിരുന്നു. ആയോധനമുറകളും കലാപ്രകടനങ്ങളും പഠിച്ചിറങ്ങിയ അഭ്യാസികളും കലാകാരന്മാരും പ്രാവീണ്യം തെളിയിക്കാൻ ഈ പുഴയോരത്ത് മാമാങ്ക നാടുകളിൽ തമ്പടിച്ചിരുന്നു. മാമാങ്കത്തിന്റെ നടത്തിപ്പിന് അന്ന് വള്ളുവനാട്ടിൽ പറഞ്ഞിരുന്നത് രക്ഷാപുരുഷസ്ഥാനം എന്നായിരുന്നു. മാമാങ്ക മഹോത്സവത്തിന്റെ രക്ഷാപുരുഷസ്ഥാനം ആദ്യം വള്ളുവ കോനാതിരിക്കായിരുന്നു. എന്നാൽ പണം കൊണ്ടും ആൾബലം കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും കോഴിക്കോട് സാമൂതിരി ആ രക്ഷാപുരുഷസ്ഥാനം തട്ടിയെടുത്തു. 1350 മുതലുള്ള മാമാങ്കത്തിന് രക്ഷാപുരുഷനായി നിലപാട് നിന്നിരുന്നത് സാമൂതിരിയാണത്രേ. അന്നു മുതൽ ഓരോ മാമാങ്കത്തിലും കോലത്തുനാട്ടിൽ നിന്നും പോരാളികൾ സാമൂതിരിയെ വധിക്കുവാൻ എത്തുമായിരുന്നു എന്നാണ് ചരിത്രം. അങ്ങനെ മാമാങ്കം ചോരക്കളം പേറുന്ന ഉത്സവമായി. നാവാമണപ്പുറം കുരുതിച്ചോരയായി ചുവന്നു. നാവാമുകുന്ദ ക്ഷേത്രത്തിനടുത്തുള്ള പഴുക്കാമണ്ഡപം. മാമാങ്കവേളയിൽ കേരള ചക്രവർത്തിയായി അടുത്ത 12 വർഷത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇവിടെ വച്ചാണ്. അവഗണന മൂലം പഴുക്കാമണ്ഡപം ഇന്ന് മരണത്തിന്റെ വക്കിലാണ്.
ചങ്ങമ്പിള്ളി കളരി. പ്രാചീന കാലത്ത് യുവാക്കൾ ആയുധാഭ്യാസം നടത്തിയിരുന്ന വിദ്യാലയങ്ങൾക്കാണ് കളരി എന്ന് പറയുന്നത്. ചങ്ങമ്പിള്ളി കളരി കേരളത്തിലെ ഏക മുസ്ലിം കളരിയാണ്. മുസ്ലിങ്ങൾക്ക് വിഗ്രഹാരാധന ഇല്ലാത്തതിനാൽ പീഠത്തിലാവാഹിച്ച കളരി ദേവനാണ് ഇവിടെയുള്ളത്. വായു ഭഗവാനാണ് ഈ കളരിയുടെ ദേവൻ എന്നാണ് വിശ്വാസം. 540 വർഷം മുമ്പ് കേരളത്തിലേക്ക് വന്ന തുളു ബ്രാഹ്മണർ മതം മാറി മുസ്ലിങ്ങളായി എന്നാണ് കഥ. പണിക്കർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഇവിടുത്തെ പൂജകൾ ചെയ്യുന്നത്. 12 അടി വീതി, 12 അടി ഉയരം, 40 അടി നീളം. ഇതാണ് കളരിയുടെ കണക്ക്. വാതിൽക്കൽ കേരള ചിഹ്നം കൊത്തിയിട്ടുണ്ട്. ഷേഖ് ഷൈനുദ്ദീൻ മത്തു എന്ന വിദേശിയാണത്രേ ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. മാമാങ്കവേളയിൽ സാമൂതിരിയുടെ അംഗരക്ഷകർക്ക് പരിശീലനം നൽകുന്നത് ഇവിടെ വച്ചാണ്. 41 ദിവസത്തെ വ്രതത്തിന് ശേഷം മാത്രമേ ആർക്കും ഈ കളരിയിൽ പ്രവേശിക്കാനാവൂ. അതും നായർ, ബ്രാഹ്മണ, മണ്ണാർ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം. ഹിന്ദു മുസ്ലിം ഐക്യത നിറഞ്ഞു നിൽക്കുന്ന ചങ്ങമ്പിള്ളി കളരിയുടെ രഹസ്യങ്ങൾ ഇനിയുമുണ്ട്. അവ പറയാൻ കാലം കാത്തിരിക്കുന്നു. മഹാശിലായുഗത്തിന്റെ മറ്റൊരു പരിശിഷ്ടമാണ് ഈ വീരക്കല്ല്. പുലച്ചിക്കല്ലുകളെന്നും ചരിത്രകാരന്മാർ വിളിച്ചിരുന്ന ഈ സ്മാരകങ്ങൾ വീരമൃത്യു വരിച്ച യോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ളതാണ്. മാമാങ്കത്തിനുള്ള വിളംബര ജാഥകൾ നടക്കുമ്പോൾ രക്ഷാപുരുഷ സ്ഥാനം വഹിച്ചിരുന്ന രാജാവും പരിവാരങ്ങളും ഈ വീരക്കല്ല് വരെ എത്തിയിരുന്നു. കാലികൾക്ക് വെള്ളം നൽകിയിരുന്ന കൽത്തൊട്ടി, ചെങ്കൽ ഒറ്റക്കൽ അത്താണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ജൈനമതക്കാർ മൃഗങ്ങളെ ഇണക്കി വളർത്തിയ കാലത്ത് നിർമ്മിച്ചതാണ് ഈ അത്താണി. നിലപാടുതറ. വലിയ വെട്ടുകല്ലിൽ പണിതുയർത്തിയ വിസ്തൃതമായ ഈ വേദിയിലാണത്രേ പെരുമാക്കൾമാർ നിലപാട് നിന്നിരുന്നത്. മാമാങ്ക ദിവസങ്ങളായ തൈപ്പൂയം, പുണർത്തം, ആയില്യം, മകം എന്നീ ദിവസങ്ങളിൽ ഊരിപ്പിടിച്ച വാളുമായി പെരുംനില നിൽക്കുന്ന പെരുമാളിനെ സാമന്ത രാജാക്കന്മാരും ഇടപ്രഭുക്കളും മാടമ്പിമാരും നാടുവാഴികളും പ്രജകളും നാടിന്റെ സർവാധിപതി എന്ന അംഗീകാരം നൽകും. ഇതാണ് മാമാങ്കത്തിന്റെ പ്രധാന ചടങ്ങ്. ആ സമയത്ത് ആക്രമിക്കപ്പെട്ട് പരാജിതനായില്ലെങ്കിൽ അദ്ദേഹത്തെ കേരള ചക്രവർത്തി സാർവഭൗമൻ എന്ന ഉത്തുംഗ പദവി നൽകി ആദരിച്ചിരുന്നു. ഈ സ്ഥലം നിൽക്കുന്ന മൊത്തം ഏരിയ ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആറാഞ്ചേരി തമ്പ്രാക്കൾ സിനിമ ഉണ്ട്. പക്ഷെ ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏത് രാജാവ് രാജാസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇന്നത്തെ ഗവർണറുടെ അധികാരമാണ്. അയാൾ അദ്ദേഹത്തിന് കിരീടം വെക്കാനുള്ള
അവകാശം ഉണ്ടായിരുന്നത് ഈ രാജാവിന്, ഇതിൻ്റെ ആദിവാസി തമ്പ്രാക്കനാണ്. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈ ഭൂമി. പിന്നീട് ഇത് ഒന്നാം ലോക മഹായുദ്ധം വരെ ജർമ്മൻ്റെ കയ്യിലും, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിലും, പിന്നീട് തമിഴ് സർക്കാരിൻ്റെ കയ്യിലും, ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കയ്യിലാണ്. നിലപാട് തറയിലേക്ക് കയറാനുള്ള ചവിട്ടുപടികളും ഇടിഞ്ഞു പൊളിഞ്ഞൊരു കിണറും ഇപ്പോഴും ഇവിടെയുണ്ട്. മുമ്പൊരിക്കൽ പുരാവസ്തു ഗവേഷകർ ഇവിടെ മണ്ണുമാറ്റിയപ്പോൾ സിംഹാസനത്തിന് തുല്യമായ ഇരിപ്പിടം കണ്ടെടുത്തിരുന്നു. ഇന്ന് കൊടയ്ക്കൽ ഓട്ട് ഫാക്ടറിയുടെ ഭാഗമായാണ് ഇത് കാണുന്നത്. മാമാങ്ക ചരിത്രവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും നിളയുടെ തീരങ്ങളിൽ മഹാശിലായുഗ സ്മാരകങ്ങൾ ധാരാളമുണ്ട്. മണിക്കിണറിന് കുറച്ചകലെയായുള്ള മുനിയറ, മരുന്നറ എന്നാണ് തദ്ദേശവാസികൾ ഇതിനെ പറയുന്നത്. കഷ്ടിച്ച് രണ്ടാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിലുള്ള ഭൂഗർഭ അറയാണിത്. മാമാങ്കത്തിൽ നിലപാട് നിൽക്കുന്ന സാമൂതിരിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതിന് ഈ മുനിയറ ഉപയോഗിച്ചിരുന്നു അത്രേ. മണിക്കിണർ മാമാങ്കത്തിൽ പരുക്കേൽക്കുന്നവരെയും കൊല്ലപ്പെടുന്നവരെയും മറവു ചെയ്യുന്നതിനുള്ള സ്ഥലമായിരുന്നു മണിക്കിണർ. ഏകദേശം 5 കിണറിന്റെ വ്യാസമുള്ള കുഴിയിലേക്ക് ചാവേറുകളുടെ ശരീരം തള്ളിയിട്ട് ആനകളെ കൊണ്ട് ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു. മാമാങ്കോത്സവത്തിന് നിലപാട് നിൽക്കുക എന്ന വള്ളുവ കോനാതിരിയുടെ മോഹം മാമാങ്കത്തിന് 1755 അന്ത്യം കുറിക്കുന്നതുവരെ സഫലമായില്ല. അടുത്ത മാമാങ്കത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന വേളയിലായിരുന്നു മൈസൂർ സുൽത്താനായ ഹൈദരലിയും സൈന്യവും മലബാറിൽ പ്രവേശിക്കുന്നത്. കോനാതിരിയുടെ സ്വപ്നവും സാമൂതിരിയുടെ രാജവാഴ്ചയും അങ്ങനെ ചരിത്രത്താളുകളിലേക്ക് മറഞ്ഞു. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് പുകൾപ്പെട്ട തുഞ്ചത്താചാര്യന്റെ ജന്മം കൊണ്ട് പുണ്യമായി തീർന്ന തുഞ്ചൻ പറമ്പ് ആവോളം വന്ദിക്കുന്നേൻ വാണിയിടുകനാരദമെന്നുടെ നാവു തന്മേ. കിളിപ്പാട്ടിന്റെ പേരാർ ഉത്ഭവിച്ചത് ഈ മണ്ണിൽ നിന്നാണ്. തുഞ്ചനെ കഥ പറഞ്ഞു നൽകിയ പൈങ്കിളിയുടെ രൂപം നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ വാരിജോദ്ഭവ മുഖവാരിജവാസേ ബാലേ വാരിജോദ്ഭവ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതേ സലക്ഷണം മേന്മേൽ മംഗലശീലേ.
താഴ്ന്ന ജാതിയിൽ ജനിച്ചിട്ടും സ്വന്തം ബുദ്ധിശക്തി കൊണ്ടും കാവ്യശക്തി കൊണ്ടും തുഞ്ചത്താചാര്യന്റെ വരേണ്യവർഗത്തിന്റെ എതിർപ്പുകളെ അതിജീവിച്ചു. ലോകത്തിന്റെ മുന്നിലേക്ക് നടന്നു കയറാനുള്ള ശക്തി മലയാള ഭാഷയ്ക്ക് ഉണ്ടായത് ഈ മണ്ണിൽ നിന്നാണ്. ഈ കാഞ്ഞിരത്തിന്റെ ഇലകൾക്ക് കയ്പില്ല. വിഷ്ണുജോദ്ഭവ സുതനന്ദന പുത്തൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരിക എപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ആചാര്യൻ മുങ്ങിക്കുളിച്ച കുളം. കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ. ഇലത്താളം